ഈ ചുമരുകളെല്ലാം നല്ല ജിപ്സം ബോർഡാണ്. കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. സഹകരിക്കാം എന്ന് പറയുന്ന ഒരു വാക്കല്ലാണ്ട് നമുക്കൊരു കൃത്യമായ ഒരു സഹകരണം നമുക്ക് ഇതിലേക്ക് കിട്ടുന്നില്ല. ഞങ്ങളുണ്ടെങ്കിലേ ലീക്കുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാവുമോ എന്നൊരു സംശയത്തിലാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നരഹത്യ പദ്ധതിയാണ്. കൈ കൊണ്ട് ഉരയ്ക്കുമ്പോൾ സിമെന്റ് മൊത്തം പൊളിഞ്ഞു പോരാണ്. ഒരക്കണ്ട, ഇങ്ങനെ അടിച്ചാൽ മതി സാറേ. ഇതല്ല, ഒരു രീതിയിലും ഇത് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇവിടെ. ഈ പരിസരം താമസിക്കാൻ പറ്റാത്തതാണ്. ഇതിലാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് അനക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിംഗ് പൊളിഞ്ഞ് അവിടെ നിന്ന് ഒരു വലിയ പീസ് അടർന്ന് താഴെ വീണു. GCDയിലെ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്തിയത് കൊണ്ടാണോ അവർക്കിത് പരിശോധിക്കാൻ പറ്റാത്തതും? അഴിമതിയുടെ ഈറ്റില്ലം ഉടച്ചു വാർക്കോ CMA 18 കോടി രൂപ അഴിമതിയിലൂടെ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ലൈഫ് മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി GCD നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ഭവനങ്ങൾ. ഇവിടെ താമസം തുടങ്ങി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചോർച്ച തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നിരവധി നൽകിയെങ്കിലും 2.5 വർഷക്കാലമായിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ ദുരിത ജീവിതമാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് ഇത് അഭിലാഷാണ്. അഭിലാഷിനോട് തന്നെ നമുക്ക് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2.25 വർഷം കൊണ്ട് ഇതിനെക്കുറിച്ച് ഓരോ ദിവസവും റെക്ടിഫിക്കേഷൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ ഓരോ പുതിയത് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ പരാതികളായി കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല. സഹകരിക്കാം എന്ന് പറയുന്ന ഒരു വാക്കല്ലാണ്ട് നമുക്കൊരു കൃത്യമായ ഒരു സഹകരണം നമുക്ക് ഇതിലേക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഞങ്ങളുടെ ഇന്നലെ വരെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ലീക്കായിരുന്നു. അതെ, ഇന്ന് ഞങ്ങളുടെ പ്രശ്നം അതല്ല. ഞങ്ങളുണ്ടെങ്കിലേ ലീക്കുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാവുമോ എന്നൊരു സംശയത്തിലാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നരഹത്യ പദ്ധതിയാണ്. ഗവൺമെൻറ് അടുത്ത ഒരു ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റുവാൻ അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസത്തിൽ നിന്ന് ഫണ്ട് എത്തുവാൻ ഒരു 400ഓളം ജനങ്ങളെ മനഃപൂർവ്വം നരഹത്യ കൊണ്ടിട്ടതാണ്. ഗവൺമെൻറ് കൃത്യമായിട്ട് അറിയാം ഈ ടവർ ലൈൻ്റെ പദ്ധതികൾ. ഈ GCDയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് കൃത്യമായിട്ട് അറിയാം. അറിയാണ്ട് ഈ വയലേഷൻ നടക്കില്ല. കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അവിടെയുള്ള വീടുകളിലെ ജനൽ സ്ലൈഡിംഗ് ഡോറാണ് ആക്കിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടെയും പുറത്തേക്ക് വരും. അപ്പോൾ ഇതെല്ലാം ഇവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഇത് താമസിക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇവിടെ. ഈ പരിസരം താമസിക്കാൻ പറ്റാത്തതാണ്. ഇതിൻ്റെ പുറകിലും ടവറാണ്. ഇതിൻ്റെ പുറകിലൂടെ 33 kV ലൈൻ പോകുന്നു. ഇവിടെ ഇതിനിടയിലൂടെ 110 kV ലൈൻ പോകുന്നു. ഈ രണ്ടിൻ്റെയും ഇടയിൽ അറുക്കാൻ വേണ്ടിയിട്ട് ഊഴം കാത്ത് കിടക്കുന്ന കന്നുകാലികളെ പോലെ ഇരുമ്പ് കൂട്ടിനുള്ളിൽ ഞങ്ങൾ കിടക്കുന്നത്. ഇത് ശരിക്കും ഇരുമ്പ് കൂട് എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഒരു കന്നുകാലിക്കൂട്. നമ്മളുടെ ഈ അപ്പാർട്ട്മെന്റിലെ ഹാർട്ട് പേഷ്യന്റുകളുടെ എണ്ണം കൂടുതലാണ്. പല പ്രാവശ്യം ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര സ്മെല്ല്. അത് ഞാൻ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സെപ്റ്റിക് ടാങ്ക് ഒരു മഴ പെയ്ത നിറഞ്ഞ് കവിഞ്ഞ് അതിന്റെ വെള്ളം പുറത്തേക്ക് വരുന്നു. അത് ബ്ലോക്കായിട്ട് ആ ഫസ്റ്റ് ഫ്ലോർ വരെ അതിന്റെ സ്മെല്ല് അവിടെ റൂമിലുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്നത് നേരിട്ട് കാണാവുന്നതാണ്. നേരിട്ട് അങ്ങോട്ട് നടന്ന ഇതെല്ലാം എന്തായാലും നമുക്കൊന്ന് നേരിട്ട് കാണണം സംഭവങ്ങളാണ്. സെപ്റ്റിക് ടാങ്കുകൾ തീർച്ചയായും ഒരു 2 സഹോദരങ്ങളാണ്. ഞങ്ങൾക്ക് അവരെ ശരിക്കും മറക്കാൻ വയ്യ. അവർ 2 പേര് സൗജന്യമായി കൃത്യമായി ഏത് നിമിഷം വിളിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി എത്തി വരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ലത്. കാര്യം മഴ പെയ്താൽ ഇത് ഫുള്ള് നിറയും. ഈ വേസ്റ്റ് ഇതെല്ലാം കൂടി നേരെ തിരിച്ച് ഇതിലേക്ക് വരും. അവർക്ക് വേറെ പണിയെടുക്കണ്ടേ? അവരുടെ വണ്ടികളെ കൊണ്ട് മാത്രം ഇവിടെ നടപടിയാവില്ലല്ലോ. ഗവൺമെന്റ് ഇത് ഒരു പരിപാടികളും തീർക്കാണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട്. തീർത്തിട്ട് കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ദുരിതം തന്നെ ഈ ജനങ്ങളും അനുഭവിക്കും. ഇപ്പോഴും വേസ്റ്റ് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. ഈ ഭവനത്തിലുള്ളവർ ഞങ്ങളുടെ ദുരിതം കൊണ്ട് ഇവിടുന്ന് മാറിപ്പോയതാണ്. ഞങ്ങളുടെ ഈ സെപ്റ്റിക് ടാങ്കിന്റെ വെള്ളം ഒഴികെ അവരുടെ മുറ്റത്തേക്കാണ് ചെല്ലുന്നത്. ആ താമസക്കാർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ
ഫ്ലാറ്റിൽ നിന്നുള്ള ഡ്രെയിൻ വാട്ടർ ഒഴുകി വന്ന് അവർക്ക് അതിൻ്റെ സ്മെല്ല്, നിങ്ങൾക്ക് പോലും ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, നിങ്ങൾ അവിടെ നിന്ന് പിയാണ്ടി കോളനി ഗാന്ധിനഗറിൽ നിന്ന് വന്നാണ്. അതിനുശേഷം ഇവിടെ താമസിക്കുന്ന വ്യക്തികൾ ഒരു വിധത്തിൽ വരെ ഇവിടെ പിടിച്ചു നിന്നിരുന്നു. ഇപ്പോൾ ഒട്ടും അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി. കാര്യം ഇത് ഇത്ര ഉയരത്തിലേക്കും ഈ സെപ്റ്റിക് ടാങ്കുകൾ ഇത്ര ഉയരത്തിലേക്ക് നിറഞ്ഞൊഴിക്കേണ്ടത് നേരെ താഴ്ത്തി ഇറക്കുന്നവരുടെ വീട്ടിലേക്ക് ടാങ്കിന്റെ തൊട്ടുപുറകിലാണ് അവരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം IIT കഴിഞ്ഞ വർഷം, അതായത് 2025 ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അവർ പഠനം നടത്തിയതിന് ശേഷം റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് മൂടി വയ്ക്കുന്ന, ആ റിപ്പോർട്ടിൽ എനിക്ക് അറിയാൻ സാധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം ഡിമോളിഷ് ചെയ്യാനാണ് അന്ന് അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. പക്ഷേ അതിനുശേഷം ഒരു 50 ലക്ഷം രൂപ മുടക്കി ഒരു അഡ്വൈസ് ചോദിക്കുന്നതിന് വേണ്ടി മദ്രാസ് IITയിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു 50 ലക്ഷം രൂപ ഒരു GCD മുടക്കി ഇതെങ്ങനെ നിലനിർത്താൻ പറ്റുമെന്നാണ് അവർ അഡ്വൈസ് ചോദിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അഭിലാഷ് എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്ന് ഈ IITക്കാരെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാഹചര്യത്തിൽ അവർ IITക്കാരല്ല വന്നിരിക്കുന്നത്, അവർ പാലാരിവട്ടത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് അവരാണ് ഇത് പഠനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നത്. ശരിയാണോ അല്ലയോ? പഠനത്തിൽ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു, ഞങ്ങളിത് വളവുള്ള കാര്യം, ഇതിന്റെ ചരിവ് എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മെഷർമെന്റ് ടെസ്റ്റുകളൊന്നും നടത്തിയില്ല. അല്ല, ഞാൻ ഒരു കാര്യം, എൻ്റെ സംശയം, GCDയിൽ ഇത്രയും മാത്രം എക്സ്പെർട്ടായിട്ടുള്ള എഞ്ചിനീയർമാരും ഉണ്ടായിട്ട് പോലും എന്തേ അവരെക്കാൾ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ പാലാരിവട്ടത്തെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ആൾക്കാരാണ് ഇവിടെ പഠനത്തിന് വന്നത്? GCDയിലെ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്തിയത് കൊണ്ടാണോ അവർക്കിത് പരിശോധിക്കാൻ പറ്റാത്തതും, അവർക്ക് ഇതുപോലെയുള്ള ഒരു ഉടായ്പ കെട്ടാൻ പണം വയ്ക്കാൻ? നഗ്നമായ സത്യം അവർക്കറിയാം. അവര് ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ 50 ലക്ഷം രൂപ കൊടുത്തത് ഇത് പഠിക്കാനുള്ള ഫീസല്ല, പിന്നെ യഥാർത്ഥത്തിൽ ഇത് കൈക്കൂലിയായി കൊടുത്തതായിട്ട് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ ഒരു റൂഫ് ഇടാനുള്ള ഒരു സംവിധാനം വന്നായിരുന്നു. അതിന്റെ എസ്റ്റിമേറ്റും അളവും തന്നത്, ഡിസൈൻ വരെ തന്നത് IIT മദ്രാസ് ആയിരുന്നു. അന്ന് IIT മദ്രാസ് ഇതിന് ബലമുണ്ടെന്ന് പറഞ്ഞ് റൂഫ് ചെയ്തോളാൻ പറഞ്ഞ് റൂഫിന്റെ കരാർ വരെ ആയി. കരാർ എടുക്കാൻ ആളില്ലാണ്ടായിട്ടാണ് കരാറാവാണ്ടായത്. ആ സമയത്ത് അവർ രണ്ടാമത്തെ, അതായത് ഏകദേശം ഒരു 2-3 മാസത്തിനിടയിൽ പുതിയൊരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് ബലക്ഷയമുണ്ട്, ഇതിന്റെ ബിൽഡിങ്ങുകൾക്ക് ബലപ്പെടുത്തിയതിനു ശേഷമേ റൂഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ പഠിത്തം എന്താണെന്ന് തന്നെ നമുക്കറിയില്ല. അപ്പൊ ഈ ആദ്യത്തെ കൃത്യമായ പഠനമാണോ, രണ്ടാമത്തെ കൃത്യമായ പഠനമാണോ, അതിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ നിർത്തി നമുക്ക് ചെയ്യാം. കാര്യം പൊളിക്കണം എന്ന് പറയേണ്ടി വന്നാൽ തീർച്ചയായും ഈ അഴിമതി പുറത്തു വരും. നേരത്തെ പറഞ്ഞ പോലെ ആ റിപ്പോർട്ട് മുടക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരാശ രേഖകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അഭിലാഷേ, ഐ ആം സോറി ടു സേ, എനിക്ക് ഇവിടെ ഈ സ്മെല്ല് കാരണം നിൽക്കാൻ പറ്റില്ല. നമുക്ക് അപ്പുറത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കണേന്ന് അറിയാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കണമെന്ന് ഇപ്പം മനസ്സിലായി. ഇവിടെ മറ്റേ എന്താ പറയുക, ടോയ്ലറ്റ് വേസ്റ്റിന് മണം അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? അതുപോലെ നമുക്ക് അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾ വേറെ ഒന്നും തോന്നരുത്, നിങ്ങളുടെ ജീവിതം അത്രയ്ക്ക് ദുസ്സഹമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട്, ഇതാണ് കുട്ടികൾ കളിക്കുന്ന വഴി, കുട്ടികൾ നിൽക്കുന്നത് അപ്പുറത്താണ് കുട്ടികളുടെ പാർക്ക്. ഈ കുട്ടികളുടെ പാർക്ക് എന്ന് പറഞ്ഞാൽ അല്ല, അതെനിക്കറിയാം, കുട്ടികളൊക്കെ പാർക്ക് വിഭാവനം ചെയ്തിരുന്നു. പക്ഷെ ആ പാർക്കിലോട്ട് ഇപ്പൊ കുട്ടികളെ ഇറങ്ങിയ ഐറ്റങ്ങൾക്ക് കുഷ്ഠം വരും, അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ പലരും ഇപ്പോൾ ക്യാൻസർ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടെ പൂർണ്ണമായും മലിനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇവിടുത്തെ കുടിവെള്ളം പോലും നല്ല രീതിയിലുള്ളൊരു വെള്ളമല്ല അവർക്ക് കിട്ടുന്നത്. നമുക്ക് ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇതുപോലുള്ള മാരക രോഗങ്ങൾ വന്ന് പിടിപെടുക. അതിന് ശരിക്കും പറഞ്ഞാൽ ഇത്ര ആൾക്കാരും ഇവർ മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ പേരും പറഞ്ഞിട്ട് GCD ഇവരെ ഈ കുഴിയിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഇത് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലുള്ള വീടല്ല. ഇത് പ്രീ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് അങ്ങനെ എന്തോ ഒരു ടെക്നോളജി പറഞ്ഞാൽ ഇത് ഇരുമ്പാണിത്. ഈ ഇരുമ്പും വെയിറ്റ് ഇല്ലാത്ത ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോൺ പോലത്തെ കട്ടകളും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായി. പിന്നെ ബോർഡുകൾ, സിലിക്കോൺ ബോർഡ്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം എല്ലായിടും പൊട്ടിയിരിക്കണേ. ഇതൊരു ബോർഡാണ്, ഇതെല്ലാം വെച്ചാണ് മറച്ചത്. ജിപ്സം ബോർഡ് വെച്ചാണ് പണിതിരിക്കുന്നത്, ചുമരല്ല. ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളും കൂടി നിങ്ങൾ കാണേണ്ടതാണ്. ആ കാണുന്നിടത്ത് സിമെന്റുകൾ
നമ്മൾ കൈവച്ച് ചുരണ്ടിയാൽ പോലും. ഞാൻ ഇതിന് മേളിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് ചുമരാണെന്നാണ് കരുതിയിരുന്നത്, അത് ജിപ്സം ബോർഡാണല്ലേ. ജിപ്സം ബോർഡ് വെച്ച് പണിതാൽ ഒരു വീട് എത്ര നാൾ, ഈ മഴയത്തും വെയിലും കൊണ്ടിരിക്കുന്ന ജിപ്സം ബോർഡ് എത്ര നാൾ ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കും എന്ന് പറയാൻ പറ്റില്ല. കൈ കൊണ്ട് ഉരയ്ക്കുമ്പോൾ സിമെന്റ് മൊത്തം പൊളിഞ്ഞു പോരുകയാണ്. ഉരക്കണ്ട, ഇങ്ങനെ അടിച്ചാൽ മതി സാറേ. ഇതണ്ട, ഏത് സമയത്ത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തർക്കമില്ല. ഇതിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇതിനടിയിൽ ഇതിലിരുന്നു കൊണ്ട് വേണം ഞങ്ങൾ ഇതിലാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് അനക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിംഗ് പൊളിഞ്ഞ് അവിടെ നിന്ന് ഒരു വലിയ പീസ് അടർന്ന് താഴെ വീണു. അവിടെ ഒരു സുഖമില്ലാത്ത കുട്ടിയാണ്, ആ കുട്ടിയുടെ തലയിലാണ് വീണിരുന്നെങ്കിലും. തീർച്ചയായിട്ടും ഓട്ടിസം ബാധിച്ച കുട്ടി അവിടെ. ഞങ്ങൾ നമ്മൾ P&T കോളനി കടവന്ത്രയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങളെ പുനരധിവാസം എന്നൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നത്. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 93ഓളം വീടുകളുണ്ടായി. ഒരു 3 വീട് പാലത്തിൻ്റെ ആവശ്യങ്ങൾക്കായി പോയി. ബാക്കി 90ഓളം വീടുകൾ ഞങ്ങളിവിടെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന 78 വീടുകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ എന്തോ ഫിൽട്രേഷൻ അങ്ങനെ പറഞ്ഞു പോയി പേപ്പർ വർക്കുകളിൽ നിൽക്കുക. പക്ഷെ അത് അനീതിയാണ്. കാശുള്ളവൻ അവിടെ വന്ന് കിടക്കില്ല. ഞാൻ പറയുന്നത് പുറത്തുള്ളവരും ഇതിലേക്ക് തന്നെ വരണം. ഞങ്ങളിപ്പോൾ പുറത്ത് നിയമക്കുരുക്കിൽ നിൽക്കുന്നവർ കൂടി ഞങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഗതിയില്ലാത്തവനല്ല അവിടെ കിടന്നത്. ഇതൊരു പുനരധിവാസമല്ലേ. പുനരധിവാസത്തിൽ അത് നോക്കുമ്പോൾ എല്ലാവരെയും മാറ്റുക, അതാണല്ലോ പുനരധിവാസം. കുറച്ച് പേരെ മാറ്റി നിർത്തുന്നതല്ലല്ലോ പുനരധിവാസം. 2024 ജനുവരി 31-ാം തീയതിയാണ് ഞങ്ങളിവിടെ വരുന്നത്. ജനുവരി 31-ാം തീയതി വന്ന് ഫെബ്രുവരി 14-ന് മുമ്പുള്ള മഴയിൽ ഞങ്ങളൊരു 2-3 വീടുകൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. ഞങ്ങൾ GCയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോമണായി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അവർ ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് അവർ അന്നൊരു ചെറിയ സ്പാനർ എടുത്തതാണ്, കുതിരോട്ടം പമ്പ് പോയപോലെ. ഇന്നും അവർക്ക് ആ സ്പാനർ കിട്ടിയിട്ടില്ല. ആ സ്പാനർ തപ്പി നടക്കുന്നതിനിടയിൽ പിന്നീട് ഞങ്ങൾക്ക് ആ അടുത്ത മഴ അതിനോടനുബന്ധിച്ച് നെക്സ്റ്റ് വീക്കിൽ പെയ്ത മഴയിൽ എല്ലാ വീടുകളും ചോർന്നൊലിച്ചു. അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ബാത്റൂമുകൾ ലീക്കായി ചോർന്നൊലിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് 2 ആഴ്ചയിൽ ആകുന്നതിന് മുമ്പേ ഒരാഴ്ചയിൽ തന്നെ ഞങ്ങളുടെ സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ നിറഞ്ഞൊഴുകി. സെപ്റ്റി ടാങ്കിന് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഡേ ബൈ ഡേ പിന്നീട് നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിന് ലീക്ക് വന്നു. ഇവിടെ ഒരു മരണം നടന്നു, വീട് ലീക്കാണെന്ന് പറഞ്ഞു. പൈപ്പുകൾ പൊട്ടി, കൺസൈൽഡ് പൈപ്പുകൾ 1 2 അല്ല കേട്ടോ, നിരന്തരമായി കൺസൈൽഡ് പൈപ്പുകൾ പൊട്ടുന്നു. ക്വാളിറ്റി ഇല്ലാത്തതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അതിലാണ് ഏറ്റവും ഞങ്ങൾക്ക് പ്രശ്നമായി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ താമസം തുടങ്ങി ഇന്ന് വരെയും ഞങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ, MCB, ELCB. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കയറി നോക്കിയാൽ അറിയാം, ഒട്ടുമിക്ക MCBകൾ ELCBകളും ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. GCD ആൾ വന്നിട്ടാട്ടോ. GCD എന്നൊരു ഇലക്ട്രീഷ്യൻ വരും, വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് പറയുമ്പോൾ നേരെ വരും, വയറടിക്കും, നേരെ ഉള്ളിൽ കയറ്റും. അപ്പോൾ വീട്ടുകാർ അത്ര സുരക്ഷിതത്വം. ELCB പോകുന്നത് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായിട്ട് വേണം. അത് നേരെ വന്ന് ബൈപ്പാസ് ചെയ്ത് വെച്ചാൽ അവൻ മരിച്ചോട്ടെ എന്ന ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. പക്ഷെ അന്നും ഞങ്ങൾ ഇതിനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 വർഷക്കാലമായി ഇതിൻ്റെ അന്വേഷണം പറയുന്നു. ഈ അടുത്തൊരു ഷോക്ക് അടിച്ചത് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ ഇറങ്ങേണ്ടി വന്നതും ആ ചിന്ത ഞങ്ങളിലേക്ക് വന്നതും ഞങ്ങൾ ഈ നഗ്നമായ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയതും. ഈ ലൈനിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്ക് അടിച്ചത്. ഇവിടെയല്ല, കുറച്ചങ്ങോട്ട് ആ ടവറിൻ്റെ അടുത്തായിരുന്നു. ആ കാണുന്ന ടവറിൻ്റെ സമീപമുള്ള വീട്ടിൽ നിന്നാണ് ഷോക്ക് അടിച്ചത്. അപ്പോൾ ഇത് പോകുന്ന 33 kV ലൈനാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് 110 kV ലൈനാണ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പൂടുകൾക്കുള്ളിൽ ഞങ്ങളെ കൊണ്ട് നരകയാതനൊക്കെ അടച്ചു. തീർച്ചയായിട്ടും ഞാനിപ്പോൾ അഭിലാഷിനോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ വേദന ഇപ്പൊ പുച്ഛമായി മാറി. ഇത് ബഹുമാനപ്പെട്ട MLA ഇന്നലെ ഞങ്ങളോട് വന്നിരുന്നു, വളരെ കാര്യമായി ഞങ്ങളോട് സംസാരിച്ചു. ഇത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ അകത്തേക്ക് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. പൊളിച്ചു കളയേണ്ട ഇതാണെങ്കിൽ പൊളിച്ചു തന്നെ കളയുമെന്ന് പറഞ്ഞു. തീർച്ചയായും ഇത് പൊളിച്ചു കളയാനുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നലെ തിരിച്ചിങ്ങോട്ട് വന്നത്. തീർച്ചയായിട്ടും അതിന് ബഹുമാനപ്പെട്ട MLA ഷിയാസയ്ക്ക് ഞങ്ങൾ തീർച്ചയായും നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനയെ മനസ്സിലാക്കി നിങ്ങളെങ്കിലും അവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചതിൽ ഈ സമയം ഞാൻ എന്തായാലും അത് വിനിയോഗിക്കുകയാണ്. കണ്ടോ, തട്ടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന ഒരു ജിപ്സം ബോർഡാണ്. ഇതിൻ്റെ കാലാവധി എത്ര നാളുണ്ടാവും ഒരിക്കലും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ അഴിമതി എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം ഈ ഫ്ലാറ്റിന് ആകെ ചിലവാക്കിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 6.5 കോടി രൂപയാണ്. ശരിക്കും കണക്കും പ്രകാരം സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക പ്രകാരം 4.12 ലക്ഷം രൂപ മാത്രമേ ഇതിന് ചിലവാക്കാൻ പാടുള്ളൂ. എന്നിരിക്കെ
എന്തുകൊണ്ടാണ് 18 കോടി രൂപ GCDയുടെ മേൽനോട്ടത്തിൽ തൃശ്ശൂരുള്ള ഒരു സൊസൈറ്റിക്ക് നൽകിയത്? കാര്യം ബാക്കിയുള്ള തുക അവർക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു ഫ്ലാറ്റിന് ഇപ്പോൾ ഏകദേശം ചിലവാക്കിയിരിക്കുന്ന തുക 5 ലക്ഷത്തിൽ കൂടുതൽ ചിലവാക്കാൻ പാടില്ല. അത് പ്രകാരം ഇത് ഒരു ഫ്ലാറ്റിന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 22 ലക്ഷം രൂപയോളമാണ് ഒരു ഫ്ലാറ്റിന് ചിലവാക്കിയിരിക്കുന്നത്. 15 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാളും അടിപൊളി വീട് അവർക്ക് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു. അവരും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ആ കോർണറില്ലേ മൊത്തം ആ ഒഴിയിരിക്കണെല്ലാം വെള്ളമാണ്. വീട്ടിൽ ഇതൊന്നും ചുമരല്ല, വെറും ജിപ്സം ബോർഡ് മാത്രമാണ്. ഏത് സമയത്തും തട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കംപ്ലീറ്റ് അവരുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. തട്ടിക്കഴിയുമ്പോൾ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ടോയ്ലറ്റിലാണ് ഈ വരുന്നത്. ആ വെള്ളപ്പാടുണ്ടോ? 2ാം നിലയിൽ നിന്ന് ഒരാൾ കുളിച്ചാലും താഴത്തിലേക്ക് വെള്ളം വരും. കാരണം ജിപ്സം ബോർഡാണല്ലോ വെച്ചേക്കണേ. എൻ്റെ ഫ്ലാറ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ബാത്റൂമിൽ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ബാത്റൂമിലേക്ക് വെള്ളം ഇറങ്ങും, ഈ ബെഡ്റൂമിലേക്കും വെള്ളം വീഴും, ബെഡിലൊക്കെ വീഴും. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഈ ഇരുമ്പ് ഇങ്ങനെ ദ്രവിച്ചിരിക്കുകയാണല്ലേ, അത് റൂമിലാണ് ഇത്രയും കൂടെ ഡേഞ്ചർ. അതുവഴി വെള്ളം പാസ് ചെയ്തിട്ട് ഇവിടെ കാണാം. ആ ഇതിരിക്കുന്നത് അത്രയും ഡേഞ്ചറസ് അവസ്ഥയിലാണ്. ടോയ്ലറ്റിലെ വെള്ളമാണ്. അതെ അതെ, ഞങ്ങളൊക്കെ ബെഡിലേക്കൊക്കെ വന്ന വീഴും. ഞാനോട് തുണിമേന്ന് വേണ്ടിയാണ്, പിന്നെയാണ് മനസ്സിലായത് മുകളിൽ നിന്നാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. ചോർച്ച ഒലിച്ചിറങ്ങണ ഇതുണ്ട് അതിൽ. അങ്ങനെ ഒത്തിരി മോശപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ് നിലവിൽ? ഭംഗിയായിട്ടൊന്ന് ചെയ്തു തരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം തന്നെ മറ്റേ KCBയുടെ എന്ത് സംഭവം കൊണ്ടിട്ട് അത് ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അപകടം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊച്ചിന് റൂമിൽ കിടത്താനാണ്, അപ്പുറത്തേക്കാണ് കിടത്തുന്നത്. ഞങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് ഇതിൽ ഞങ്ങൾക്ക് ഇനി ഒരു പ്രത്യാശയില്ല. ഈ ബിൽഡിങ്ങിനോട് ഞങ്ങൾക്ക് പ്രത്യാശയില്ല, ഈ പരിസരത്തോട് ഞങ്ങൾക്ക് പ്രത്യാശയില്ല. മുണ്ടൻവേലി ഈസ്റ്റിനല്ലാട്ടോ പറയുന്നത്. വളരെ മനോഹരവും സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത്. വളരെ നമ്മൾ പുറത്തുള്ളവർ പറയുന്നത് പോലെ അങ്ങനെയൊന്നുമല്ല, വളരെ സ്നേഹമുള്ള ആൾക്കാർ തന്നെ. ഞങ്ങളെ എന്ത് കാര്യങ്ങൾക്കും അവരെല്ലാവരും കൂട്ടിയെത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പരിസരത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഈ അപ്പുറവും ഇപ്പുറവും ലൈനുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഞങ്ങൾക്ക് താമസയോഗ്യമല്ല. ഇനി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോടും ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട CM VD സതീശൻ അവരോടും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA സർക്കാരിനോടുമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ ഇത് ഇവിടെ നിന്നും പൂർണ്ണമായി പൊളിച്ച് നീക്കം ചെയ്ത് വേറെ ഇതിനോടനുബന്ധമായ എവിടെയെങ്കിലും തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാം എല്ലാം ചേർത്തുകൊണ്ടും ഒരു പുതിയ മനോഹരമായ ഒരു ഭവനം ഇതുപോലൊരു അഴിമതി ഇല്ലാണ്ട് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ തന്നെ ഇത് മേൽനോട്ടം ആളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളാണ് അനുഭവിക്കുക. എൻ്റെ വീടാണ്, നിങ്ങളുടെ വീട് പണിയുമ്പോൾ നിങ്ങളല്ലേ എൻ്റെ മേൽനോട്ടം നടത്തേണ്ടത്. അത് ആ ഒരു ഉത്തരവാദിത്വം ആ ചുമതലയും ഞങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി പണിയുന്നവർക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആ രീതിയിലൊരു നിർമ്മാണ പ്രവർത്തനം അഴിമതിരഹിതമായി നടത്തണം. അത് ബഹുമാനപ്പെട്ട CM-നെ കൊണ്ട് സാധിക്കും. കാരണം CM-ൻ്റെ വാഗ്ദാനം തന്നെ അത് തന്നെ അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ സർക്കാർ തന്നെയാണ് CM നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 33 kV ലൈൻ, അവിടെ 110 kV ലൈൻ. ഇതിൻ്റെ രണ്ടിലും മധ്യത്തിലായി മരണം കാത്തുകിടക്കുന്ന കന്നുകാലികളെ പോലെ ഞങ്ങളിവിടെ ജീവിക്കുന്നു. ഇതിൽ രണ്ടിൽ നിന്നും മരണപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് സമ്മാനമായി ഒരു 3 വാട്ടർ ടാങ്കുകൾ നൽകിയിട്ടുണ്ട്. ഇത് പൊട്ടി വീണ് എപ്പോഴും ഇത് ജലബോംബായി ഞങ്ങളുടെ തലക്ക് മുകളിൽ നിൽക്കുകയാണ്. ഇത് പൊട്ടി വീണ് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളിൽ മരണം സംഭവിക്കാം. അതും ആഘോഷമാക്കി മാറ്റി പിണം വിറ്റ് അതിൽ നിന്നും ലക്ഷങ്ങൾ കൊയ്യാമെന്ന ചിന്തയായിരുന്നു. പക്ഷേ ജനങ്ങൾ അതിനൊരു മറുപടി കൊടുത്തു. സർക്കാരിനും
മറുപടി കൊടുത്ത അതേ വിരൽ കൊണ്ട് തന്നെ GCDAക്കും ഈ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾ മറുപടി കൊടുക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് 100% ആ വിശ്വാസം നിങ്ങളിലൂടെ, ജനങ്ങളിലൂടെ, മാധ്യമപ്രവർത്തകരോടെ നടക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കും.